ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്, ചിക്കൻ ജഗരി കുറുമ. അപ്പോൾ പേര് കേട്ടിട്ടില്ല, ഞാനിട്ട പേരാണ്, ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയാണ്. ആദ്യമായിട്ട് ഇതാ ഒരു 5 തക്കാളി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിലാണെങ്കിൽ അങ്ങനെ വെള്ളത്തിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഓവളിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇതാ ഏകദേശം തക്കാളിയിൽ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അതിൻ്റെ മേലെയുള്ള തൊലിയൊന്ന് കളഞ്ഞു കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ വെള്ളത്തിൽ വേവിച്ചിട്ട് ഇതേപോലെ തൊലി കളഞ്ഞാലും മതിയേ. എന്നിട്ടിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് തക്കാളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, ഗ്രാമ്പ്, പട്ട, ഏലക്കായി ഇതിൽ നിട്ടിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇത് 5 സവാളയും ഒരു 3 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണേ. എന്നാൽ നമുക്ക് വേഗം തന്നെ ഇതൊന്ന് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗീയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് അതിൽ സവാള ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഏകദേശം ആയതിനു ശേഷം നമുക്ക് നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ തക്കാളി പേസ്റ്റ്, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളെന്ന് വെച്ചാൽ ഞാൻ 1 ടീസ്പൂണ് സാദാ എരിവുള്ള മുളകും 2 ടീസ്പൂണ് കാശ്മീരി മുളകാണ് കുറച്ച് കൂടുതലിടുന്നത്, കാരണം എരിവ് കുറവാണല്ലോ. അതിനുശേഷം ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. അപ്പോൾ നമുക്ക് കുറച്ച് കൊണ്ടുവരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഇട്ടതിന് ശേഷം പിന്നെ കുരുമുളക് പൊടി ഞാൻ കുറച്ചാണ് ചേർക്കുന്നത്, കാരണം എരിവ് കൂടുണ്ടല്ലോ. മുളക് പൊടി ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണായിട്ടാണ് ഇടുന്നുള്ളൂ. ഈ ഒരു കുറുമ നല്ല എരിവുണ്ടാവും, പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മധുരം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ലാസ്റ്റ് സീക്രട്ട് റെസിപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. ആ എണ്ണയിൽ മസാലപ്പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ടിതാ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ച്, അതായത് ആ മിക്സീൻ്റെ ജാറിൽ ഒരു കുറച്ച് വെള്ളമാക്കിയിട്ട് മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നു നോക്കണോ, നല്ല സമയം പിടിക്കുമോ ഇതൊന്ന് ആയി കിട്ടാൻ. ഇനിയിപ്പോൾ ഇതാ അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ടെന്ന്, ഒരു വെല്ലം ഇതുപോലെ മെൽട്ടാക്കിയിട്ട് ലാസ്റ്റായിട്ട് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു വെല്ലം മാത്രം മതിയെ, ഒരുപാട് വെല്ലമൊന്നും എടുക്കാതെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി കുറുമയാണേ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ എൻ്റെ മോള് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നതിന്, അപ്പോൾ കുട്ടികൾക്ക് സ്പെഷ്യൽ എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്കിത് ലാസ്റ്റ് ഒരു ഇത്തിരി കസൂരി മേത്തിയും ഒറിഗാനും ഇതിൽ നിങ്ങളെ കയ്യിലിരുന്ന് ഇട്ട് കൊടുത്താൽ മതി, പിന്നെ മല്ലിച്ചപ്പും അതിലിട്ട് കൊടുത്ത് ഇതുപോലെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സമയം പിടിക്കുക, ഒരുപാട് സമയം പിടിക്കുക ഒന്ന് വറ്റി വരാൻ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലാസ്റ്റായിട്ട് ഞാനൊരു 2 ടീസ്പൂണ് തൈരും കൂടി ചേർക്കുന്നുണ്ട് ഒരു പുളിപ്പിനായിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എരിവും മധുരവും പുളിപ്പും എല്ലാം ആയിട്ടുള്ള. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. ഏകദേശം ഇതാ നമ്മുടെ ചിക്കൻ ജാഗരി കറി അടിപൊളിയായിട്ടുണ്ട്, സത്യം പറയാലോ. ഇതാ ഗ്രേവി തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം, ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.